അപ്പൊ കുടുങ്ങുമല്ലോ മാധവൻ നായരെ. ഒന്നുമില്ല അച്ഛാ. അച്ഛൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഒന്നുമില്ല അച്ഛാ. മാധവേട്ട, കുറച്ചു നേരമായിട്ട് ആരോ ഫോണിൽ വിളിക്കുന്നു. എവിടെ? ഓ, കട്ടായി പോയല്ലോ. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, ആരാ? മാധവൻ നായരാണോ? അതെ, നിങ്ങളാരാ? ഞാൻ സിറ്റി പോലീസ് സ്റ്റേഷനിലെ SHO റോക്കിയാണ്. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണ് സാർ? നിങ്ങൾ വീട് വയ്ക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു അസ്ഥികൂടം കിട്ടിയിട്ടുണ്ട്. ഞാൻ വീട് വെക്കുന്ന സ്ഥലത്തൊന്ന് അസ്ഥികൂടം കിട്ടിയെന്നോ? നിങ്ങൾ അത്യാവശ്യമായിട്ട് നിങ്ങൾ വീട് വയ്ക്കുന്ന പ്ലോട്ടിലേക്ക് എത്തണം. തൽക്കാലം ഇക്കാര്യം ആരെയും വിളിച്ച് പറയാൻ നിൽക്കണ്ട. ഞാൻ ഇപ്പൊ തന്നെ എത്താം സാർ. ചന്ദ്രു, ഞാനൊന്ന് പോയിട്ട് വരാം. കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാം. ഈശ്വര, ഇവിടെ മുൻപ് താമസിച്ചിരുന്നവര് ആരൊക്കെയാണെന്ന് തിരക്കണം. സാർ, ഈ മാധവൻ നായർ ഈ വസ്തു വാങ്ങിച്ചിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അസ്ഥികൂടത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ടോന്ന് നോക്കിക്കോ. ശരി സാർ. ആ SI വിളിച്ച് 2 കൊല്ലത്തിനിടയിൽ ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ മിസ്സിംഗ് കേസുകളും റിപ്പോർട്ട് ചെയ്യാൻ പറയണം. സാർ, സാർ, ഇത് ആണാണോ പെണ്ണാണോ എന്ന് വല്ല ഐഡിയയും? അസ്ഥികൂടം കണ്ടിട്ട് ആണാണോ പെണ്ണാണോ എന്നറിയാൻ തന്നെയൊക്കെ ആരാടോ പോലീസിലെടുത്തത്? ആ ഫോറൻസിക് ഉദ്യോഗസ്ഥർ നോക്കിയിട്ട് ഒന്നും പറയുന്നുമില്ല. പരിശോധന നടക്കുന്നേ ഉള്ളൂ, പറയാം. ഗണിച്ചെടുക്കാൻ ഞങ്ങൾ ജോത്സ്യരൊന്നും അല്ലല്ലോ. ആരും തൽക്കാലം വീഡിയോ ഒന്നും എടുക്കണ്ട. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്കാരെല്ലാം കൂടി CBI കളിച്ച് ഈ പഞ്ചായത്തിലുള്ള എല്ലാവരെയും ടെൻഷൻ അടിപ്പിച്ച് കൊല്ലും. ഡോ, തന്നോടല്ലേ പറഞ്ഞത്?
സാറേ എന്താ ഇത്? ഞാൻ മാധവൻ നായർ. എനിക്ക് നിങ്ങളെ അറിയാം. സാറേ എന്തൊക്കെയാ ഇത്? ഈ അസ്ഥി കൂടെ ആരുടേതാ? സർ, ഇത് ഞങ്ങൾ ഈ അടുത്തിടയ്ക്ക് വാങ്ങിയ സ്ഥലമാണ്. ജഗനല്ലേ? അതെ, നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഉം, എൻ്റെ അച്ഛൻ്റെ പേര് കരുണാകർ കുറുപ്പ് എന്നാണ്. ex-MLA ആണ്. അറിയാം മിസ്റ്റർ ജഗൻ. നിങ്ങൾ മാധവൻ നായരുടെ മകളെ കല്യാണം കഴിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം. ഈ അസ്ഥികൂടം നിങ്ങളുടെ പ്ലോട്ടിൽ നിന്ന് കണ്ടെത്തിയതുകൊണ്ട് മാധവൻ നായരെ വിശദമായി ചോദ്യം ചെയ്യാനുണ്ട്. വിളിക്കുമ്പോ സ്റ്റേഷനിലേക്ക് വരണം. സാറേ, മാധവൻ നായരുടെ ഒരു പ്രാഥമിക മൊഴി രേഖപ്പെടുത്തണം. ശരി സാർ. അസ്ഥികൂടം ആദ്യം കണ്ടയാളിന്റെ മൊഴി എടുത്തല്ലോ? എടുത്തു സാർ. ഓക്കെ. അച്ഛൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. നമ്മൾ ആരെയും കൊന്നു കളഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെയാണോ അല്ലയോ എന്ന് ഞാൻ പിന്നീട് പറയാം. അസ്ഥികൂടം ഏതായാലും വെറുതെ നടന്നു വരില്ലല്ലോ. പക്ഷെ ഇത് മനഃപൂർവ്വം ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടിട്ടതായിക്കൂടെ? അല്ലെങ്കിൽ ഈ പ്ലോട്ട് ഉടമയും സംശയിച്ചുകൂടെ? അതൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. എന്തായി? എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? അത് ലാബിൽ കൊണ്ടുപോയി ശാസ്ത്രീയമായി പരിശോധന നടത്തണം. ഇത് സ്വാഭാവിക മരണമല്ല, കൊലപാതകമാ. തലയോട്ടിക്ക് പിറകിൽ പൊട്ടലുണ്ട്. അപ്പൊ കുടുങ്ങുമല്ലോ മാധവൻ നായരെ. ഈശ്വര, മോനെ. ഒന്നുമില്ല അച്ഛാ. അച്ഛൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഒന്നുമില്ല അച്ഛാ.